സാറേ, ഇപ്പോൾ ബംഗ്ലാദേശ് ആയുധങ്ങൾക്കായിട്ട് പാകിസ്ഥാനെ സമീപിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ അവസ്ഥ നമുക്കറിയാം, പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇതിൽ വാസ്തവമുണ്ടോ? ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നതായിട്ട് ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനിൽ നിന്ന് ഉള്ള കയറ്റുമതി ഉണ്ടല്ലോ, അതായത് ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ, ഇതിന് പ്രത്യേകിച്ച് പരിശോധനകളൊന്നും വേണ്ട. അതായത് ഈ സാധനങ്ങൾ വരുമ്പോൾ കസ്റ്റംസ് പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതെ അതെ. പാകിസ്ഥാനിൽ മാത്രം ഒരിളവ് എന്താണെന്ന് പരിശോധിക്കേണ്ട, സംഗതി ക്ലിയർ ചെയ്തേക്കുക എന്ന് പറഞ്ഞിട്ടൊരു നിയമം ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു നിയമം കണ്ടപ്പോഴാണ് ഈ കയറ്റി അയക്കുന്ന ചരക്കുകൾ ആയുധങ്ങളാകാം എന്ന് ആഗോള തലത്തിൽ ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് സ്ഥാനപതിയെ തിരിച്ചു വിളിച്ചു. അപ്പോൾ തൽക്കാലത്തേക്ക് എന്തായാലും നയതന്ത്ര ബന്ധം ഇല്ല. ഇതുപോലെ ഓസ്ട്രേലിയ, ബെൽജിയം, പോർച്ചുഗൽ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നും സ്ഥാനപതിമാരെ പിൻവലിച്ചു. ഇത് ബംഗ്ലാദേശ് ഒരു അഴിച്ചുപണി നടത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതെങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം. ബംഗ്ലാദേശ് നാഷണൽ റവന്യൂ ബോർഡ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ, ദേശീയ റവന്യൂ ബോർഡ്. അവരാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കിന് പരിശോധന ഒഴിവാക്കി ഉത്തരവിറക്കിയിരിക്കുന്നത്. പാകിസ്ഥാന് മാത്രമാണ് ഇളവ്. അപ്പോൾ ആയുധങ്ങൾ വന്നേക്കാം. അത് പരിശോധിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ചിത്രം എടുത്ത് മറ്റേ സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലായിടത്തും ചാരന്മാർ കാണുമല്ലോ. അതെ. മറ്റേ മോദിയും ഷെയ്ഖ് ഹസീനയും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ബംഗ്ലാദേശിന് ആയുധങ്ങൾക്ക് ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. 2023 തന്നെ അവർ തമ്മിൽ 10 തവണ, ഷെയ്ഖ് ഹസീനയും മോദിയും തമ്മിൽ 10 തവണ പരസ്പരം കണ്ടിരുന്നു. ഇപ്പൊ യൂനുസ്, ഇപ്പോഴത്തെ ഭരണം നിയന്ത്രിക്കുന്ന യൂനുസ് ഹസീനയെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങോട്ട്, കേസുകളൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മളാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറില്ല. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനം നടന്നപ്പോൾ യൂനുസ് പോയിരുന്നു. അവിടെ ആ സമയത്ത് അമേരിക്കയിൽ മോദിയും ഉണ്ടായിരുന്നു. പക്ഷെ മോദി യൂനുസിനെ കണ്ടില്ല. യൂനുസിനെ കാണാൻ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, മറ്റേ ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യം നോക്കുന്ന ഉപദേശി, ഇപ്പോൾ ഉപദേശി ഭരണമാണല്ലോ, ആ ഉപദേശി തൗഹീദ് ഹുസൈൻ, അങ്ങേരെ ജയശങ്കർ കണ്ടിരുന്നു. യൂനിസിനെ മോദി കാണേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, കാരണം യൂനിസ് പ്രധാനമന്ത്രിയല്ലല്ലോ. സാധാരണ കൗണ്ടർ പാർട്ടുകൾ തമ്മിലല്ലേ കാണുക. ഒരു പ്രധാനമന്ത്രിയെ കാണുക, അങ്ങനെയല്ലേ. യൂനിസിന് പ്രധാനമന്ത്രിയായിട്ട് എങ്ങനെയാണ് കാണാൻ പറ്റുക ലോകരാഷ്ട്രങ്ങൾക്ക്? അദ്ദേഹം ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മോദി യൂനുസിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും കണ്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയിൽ. ഇപ്പോൾ ഹൈക്കമ്മീഷണർ മുസ്തഫൂർ റഹ്മാൻ ഇന്ത്യയിലെ അങ്ങനെയാണ് പിൻവലിച്ചിരിക്കുന്നത്. അതുപോലെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധി മഹ്മൂദ് അബ്ദുൾ മുഹിത്ത് അങ്ങേരെയും പിൻവലിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ ഹൈക്കമ്മീഷണർ അല്ലാഹു സിദ്ദിഖി പിൻവലിച്ചു. ബെൽജിയത്തിലെ മഹ്ബൂദ് ഹസൻ സലേ പിൻവലിച്ചു. പോർച്ചുഗലിലെ റസീന അഹമ്മദ്, ഇത്രയും പേരെയാണ് പിൻവലിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഭരണം, ഈ സ്ഥാനപതിമാരെ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 4000 കിലോമീറ്റർ അതിർത്തിയുണ്ട്. ഈ ആയുധങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് അതിർത്തിയുണ്ട്. ബംഗാൾ ഉൾക്കടലിലും നമ്മൾ ഈ നാവിക അതിർത്തി പങ്കിടുന്നുണ്ട് 2 രാജ്യങ്ങളും. അപ്പോൾ ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ അമേരിക്കയിൽ വെച്ചിട്ട് യൂനിസിനെ കണ്ടിരുന്നു, അവർ തമ്മിൽ കണ്ടു. അപ്പോൾ ആ കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പരിശോധന വേണ്ട എന്ന് റവന്യൂ ബോർഡിൻ്റെ ഉത്തരവ് വന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. മുമ്പ് പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ ബംഗ്ലാദേശിൽ റെഡ് ലൈൻ LANE
റെഡ് ലൈൻ, ചുവന്ന പാത വഴിയേ വരുമായിരുന്നുള്ളൂ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതൊരു ഹൈ റിസ്ക് ആയിട്ടാണ് കണ്ടിരുന്നത്. ആ ചരക്കുകളൊക്കെ നന്നായിട്ട് പരിശോധിക്കണം, സംശയദൃഷ്ടിയോടെയാണ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തന്നെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ചൈന നമ്മുടെ തൂത്തുക്കുടി തുറമുഖമൊക്കെ വഴി നൈവി മുംബൈ ഈ ഇന്ത്യയിലെ തുറമുഖങ്ങൾ വഴി തന്നെ പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ മിസൈലൊക്കെ ഉണ്ടാക്കാനുള്ള കമ്പോണൻസ്, ഘടകങ്ങൾ അയച്ചു കൊടുക്കുന്നു, പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ മാർച്ചിലും ഒക്കെ ഇത് വന്നിരുന്നു എന്നൊക്കെയുള്ള. അത് കഴിഞ്ഞിപ്പോൾ അമേരിക്ക ചില കമ്പനികൾക്ക് ചൈനയിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ വിവരം കൊടുത്തിട്ടൊക്കെ ആയിരിക്കും. ചിലത് വ്യാജ പേരിലൊക്കെയാണ്. കൺസൈനിയുടെയും കൺസൈനറുടെയൊക്കെ നമ്പർ ഉണ്ടല്ലോ, അതായത് അയക്കുന്ന ആള് പാകിസ്ഥാനിൽ കൊടുക്കേണ്ട ആള്, ഇതൊക്കെ വ്യാജ പേരുകളിലൊക്കെയാണ് ചൈനയിൽ രജിസ്റ്റർ ചെയ്ത്. ഈ കപ്പലുകൾ ഇന്ത്യൻ കപ്പലുകളോ പാകിസ്ഥാൻ കപ്പലുകളോ ചൈനീസ് കപ്പലുകളോ ഒന്നുമല്ല, വേറെ രാജ്യങ്ങളുടെ കപ്പലുകൾ വാടകയ്ക്ക് എടുത്തിട്ടാണ്, ജർമ്മൻ കപ്പലോ ഒക്കെ ആയിരിക്കും. ഇത് പരിശോധിച്ച് വരുമ്പോഴാണ് ഇത് ചൈനയിൽ നിന്നുള്ള ചരക്കാണെന്നും ഇത് പാകിസ്ഥാന് മിസൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും ഒക്കെ കാണുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുമ്പ് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഹൈ റിസ്ക്കാണ് അവിടെ നിന്നുള്ള ചരക്കുകൾ. അത് ചുവന്ന പാത വഴിയാണ് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക്കുള്ള ചരക്കാണ്, അതുകൊണ്ട് നല്ല പരിശോധന വേണമെന്നായിരുന്നു. സാധാരണഗതിയിൽ അവിടെ നിന്ന് വരുന്നത് പരുത്തി, പിന്നെ ഗോതമ്പ്, പ്ലാസ്റ്റിക്, ലെതർ, എണ്ണ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ട് ഇത് ആയുധങ്ങളിലേക്ക് കടന്നതായിട്ടാണ് ഈ റവന്യൂ ബോർഡിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവ് വന്നപ്പോൾ ഉള്ള സംശയം. ബേബി ഫുഡ്, അരി, പഴം, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെ പല സംഗതികളൊക്കെ വന്നുകൊണ്ടിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് കൂടുതലും ഇതൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് ഇനി ഇതല്ലാത്തൊരു സംഗതി. അപ്പോൾ സാർ, ഈ പാകിസ്ഥാനി തദ്ദേശീയമായിട്ട് മിസൈലൊക്കെ നിർമ്മിക്കില്ലേ? അങ്ങനെ മിസൈലുകളൊക്കെ ഇല്ല, അതൊക്കെ വരുമോ ഇതിൽ കൂട്ടത്തിൽ? ഏതൊക്കെയാണെന്ന് ഇപ്പോൾ സാധാരണ ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ എന്താണ് ആയുധം? ദരിദ്ര രാഷ്ട്രമാണല്ലോ, യുവാക്കത്തി, കത്തി, അരിവാള്, ഓലപ്പടക്കം, ഇങ്ങനത്തെ സംഗതികളൊക്കെ ആയിരിക്കും. അല്ലെ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് അയക്കാൻ കഴിയൂ എന്ന് വിചാരിക്കുന്ന പല ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കും. അങ്ങനെയൊന്നുമല്ല. അവരുടെ കയ്യിൽ ധാരാളം തദ്ദേശീയമായ മിസൈലുകളുണ്ട്. അവരുടെ പേരുകൾ തന്നെയുള്ള ഗസബ് 40 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈല്, ഫത്ത 1 140 കിലോമീറ്റർ, ഫത്ത 2 400 കിലോമീറ്റർ. ഇനി ടാങ്ക് വേദ മിസൈലുകൾ ബക്തർ ഷിക്കാൻ എന്ന് പറഞ്ഞുള്ള 4 കിലോമീറ്റർ, ഹത്തഫ് 1 70 കിലോമീറ്റർ, ഹത്തഫ് 1A 100 കിലോമീറ്റർ, ഹത്തഫ് 1B, ഹത്തഫ് എന്ന് പറഞ്ഞൊരു റേഞ്ച് തന്നെയുണ്ട്. പിന്നെ ഗസ്നാവി എന്ന് പറഞ്ഞ് 320 കിലോമീറ്റർ മിസൈല്. ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അബ്ദലി, ഷഹീൻ എന്ന് പറഞ്ഞാൽ ഈ അമൃത്സറിലേക്കൊക്കെ വിടാവുന്ന മിസൈലൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, 750 കിലോമീറ്റർ. ഷഹീൻ 1 900, ഷഹീൻ 1A 1000 കിലോമീറ്റർ. വലിയ മിസൈലുകളുണ്ട് അവരുടെ കയ്യിൽ. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, അതായത് 1500 2000 കിലോമീറ്റർ വരുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകളുണ്ട് അവരുടെ കയ്യിൽ. ഗോറി 1, ഗോറി 2, അബബീൽ 2200 കിലോമീറ്റർ, ഷഹീൻ 2 2500, ഷഹീൻ 3 2750. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ബാബർ, പണ്ട് ആക്രമിച്ചിരുന്നത്. ഈ നെഹ്റു കുടുംബം ബാബറിന്റെ കുഴിമാടത്തിൽ പോയിട്ട് കാബൂളിൽ ഇടക്കിടയ്ക്ക് സന്ദർശനമൊക്കെ നടത്താറുണ്ട് തലമുറകളായിട്ട്. ബാബർ 1 ഒരു മിസൈല്, ക്രൂസ് മിസൈലാണ് കപ്പലിൽ നിന്ന് അയക്കുന്നത്. ഹത്തഫ് 7 എന്നും അതിന് പറയും. ബാബർ 2, ഹത്തഫ് 7. സർബ് അതും ഒരു ക്രൂസ് മിസൈലാണ്. ഇങ്ങനെ ധാരാളം. ബാബർ 3, ഹത്തഫ് 7 എന്ന് പറഞ്ഞൊരു മിസൈലും ഉണ്ട്. ഇങ്ങനെ പലതരം മിസൈലുകൾ ഈ ചൈനയുടെയൊക്കെ സഹായത്തോടു കൂടിയൊക്കെ അവർ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന മാലപ്പടക്കവും പൂത്തിരിയൊന്നും മാത്രമല്ല, നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ സഹിതമുണ്ടല്ലേ. കൊച്ചിയിലൊക്കെ വരാവുന്ന മിസൈലുകളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അല്ലെങ്കിൽ തന്നെ മുമ്പൊരു സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് തന്നെ സംശയമുണ്ട്. കൊച്ചി വരെ എത്തിയിട്ടുണ്ടോ ഒരെണ്ണം ഏതോ ഒരു കാലത്ത് എന്നൊരു സംശയമുണ്ട്, ഒരു യുദ്ധകാലത്ത്.
അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് ഇപ്പോൾ 2022-23 ബംഗ്ലാദേശ് മൊത്തം ഇറക്കുമതി 68 ബില്യൺ ആയിരുന്നു. അതിൽ പാകിസ്ഥാനിൽ നിന്ന് 699 മില്യൺ ഡോളറിൻ്റെ ഇറക്കുമതിയാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാനിലേക്ക് 74 മില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയെ ബംഗ്ലാദേശിൽ നിന്നുള്ളൂ. ഇറക്കുമതിയേക്കാൾ വളരെ കുറവാണ്. തുണിയും അസംസ്കൃത വസ്തുക്കളും, തുണിയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളാണ് കൂടുതലും ബംഗ്ലാദേശിൽ നിന്ന് അങ്ങോട്ടൊക്കെ അയക്കുന്നത്. ഇങ്ങനെയുള്ള ട്രഡീഷണൽ സാധാരണഗതിയിലുള്ള ഇറക്കുമതി കയറ്റുമതി കച്ചവടത്തിൽ നിന്ന് ഒരു വ്യത്യാസം ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ചരക്കുകളെ മൊത്തത്തിൽ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കുന്നു. എന്തായാലും അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അല്ലേ? നേട്ടമാണോ കോട്ടമാണോ? ഒന്നാമത് അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതെ, ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനോട് വളരെ അടുക്കുകയാണ്. ഇപ്പോൾ അടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാൻ അല്ല, മുഹമ്മദ് അലി ജിന്നയാണ് എന്നവർ പറഞ്ഞിരിക്കുന്ന ഘട്ടമാണത്. ഈ രണ്ട് രാജ്യം കൂടെ ചേർന്ന് ഒന്നായിട്ട് നിൽക്കാനൊക്കെയുള്ള ഒരു പ്ലാനിലേക്കായിരിക്കും. ഒന്നിലേക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കലി പോസിബിൾ അല്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനാണ്. അതുമായിട്ട് കരമാർഗൻ ബന്ധമില്ല. കിഴക്കൻ ബംഗാളിന് കരമാർഗന് ബന്ധമുള്ളത് പശ്ചിമ ബംഗാളും ആയിട്ടാണ്. അതാണ് ഇങ്ങനെ ബംഗാളും ചേർത്ത് ഇവരൊരു 1000 കിലോമീറ്റർ ഉണ്ട് പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശിൻ്റെയൊക്കെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലേക്ക് അവർ വരണമെന്നുണ്ടെങ്കിൽ വിമാനത്തിലൊക്കെ വേണം വരാൻ പാകിസ്ഥാനിൽ നിന്ന്. ദൂരം വളരെ ഉണ്ട്. ബംഗ്ലാദേശ് കൂടുതലും ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനോടാണ് അടുത്ത് നിൽക്കുന്നത്. എന്നാൽ പിന്നെ കുറേ ആയുധം തന്നേക്കൂ എന്ന് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ സംശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.